ഉറങ്ങാൻ സമ്മതിക്കോ നീ? അയ്യോ എന്റെ പാറ ചേച്ചി, എന്നെ ഒന്ന് എണീപ്പിക്ക്. എനിക്കിവിടെ നനങ്ങാൻ വയ്യ. ഞാൻ ഈ കട്ടിലൊന്ന് താഴെ വീണ് ചേച്ചി. എന്റെ ഊര ആകെ പോയി കിടക്ക. എന്നെ ഒന്ന് പിടിച്ച് എണീപ്പിക്ക്. അയ്യോ വേദനിച്ചിട്ട് വയ്യ. എന്റെ അമ്മയെ രക്ഷിക്കണേ, ഓടി വരണേ. അയ്യോ മണിക്കുട്ടി, ഇത് എന്ത് പറ്റി? നീ എങ്ങനെയാണ് താഴത്തെത്തിയേ? ഓ കണ്ടു എന്ന് രസിക്കാതെ എന്നെ ഒന്ന് പിടിച്ച് എണീപ്പിക്ക് ചേച്ചി. എനിക്ക് ഇവിടുന്ന് ഒരു അടി എണീക്കാൻ വയ്യ. എന്റെ ഊര ആകെ ചതഞ്ഞു. വാ എണീക്ക്, പതിയെ 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 എന്നെ പിടിച്ച് പിടിച്ച് എണീക്ക് മണിക്കുട്ടി. അയ്യോ എന്തൊരു വേദനയാ, എന്റെ ഊര് മൊത്തം പോയേ. ഓ എന്റെ മണിക്കുട്ടി, നീ കരച്ചിലൊന്നും നിർത്ത്. അല്ല നീ എങ്ങനെയാ താഴെ വീണേ? നമ്മുടെ ബെഡിൽ എന്തുമാത്രം സ്ഥലമുണ്ട്. ഇതിനൊക്കെ ചെറിയ ബെഡിൽ കിടന്നിരുന്നല്ലോ നമ്മൾ അപ്പോഴത്തെ റൂമില്. അപ്പൊ പോലും നീ താഴെ വീഴാത്തല്ലേ, പിന്നെ എങ്ങനെയാ ഇന്ന് മാത്രം നീ അങ്ങ് വീഴുന്നേ? അതെന്നെ ചേച്ചി എനിക്ക് മനസ്സിലാവാത്തെ. ഞാൻ ഇതുവരെ കട്ടിലിൽ നിന്ന് വീണിട്ടില്ല. ആരോ എന്നെ പിടിച്ച് ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞ പോലെ എനിക്ക് തോന്നിയ ചേച്ചി. എന്തൊരു വേദനയാ. ആരാ അടുത്ത് നിലത്തിട്ടുന്നോ? ഇനി വല്ല പ്രേതമായിരിക്കോ മണിക്കുട്ടി? ചേച്ചി വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ. അയ്യോ അയ്യോ ചേച്ചി പ്രേതം. നോക്ക് നോക്ക് ചേച്ചി പ്രേതം. ഉറപ്പാ എന്നെ പ്രേതം തന്നെ ചേച്ചി തള്ളിട്ടെ. മണിക്കുട്ടി പ്രേതം പോയല്ലോ. ഇനി നമുക്ക് വെറുതെ തോന്നിയതാണോ? എന്താ ഇവിടെ സംഭവിച്ചേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ ഈശ്വര. എന്തായാലും പോയല്ലോ. ഇപ്പഴേ എനിക്ക് ശ്വാസം നേരെ വീണേ ചേച്ചിയെ. തോന്നിയതൊന്നല്ല. നമുക്ക് രണ്ടുപേർ കൂടെ ഒരുമിച്ച് എങ്ങനെയാ തോന്നുന്നേ? പ്രേതം തന്നെയാണ്. മണിക്കുട്ടി എനിക്കിത് സഹിക്കാൻ വയ്യുന്നില്ല. സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പോലും നമുക്ക് കഴിയുന്നില്ലല്ലോ. ഇതിപ്പോ ഏത് പ്രേതം ഇവിടെ വന്നു പോയെന്ന് പോലും അറിയില്ല. ഇവിടെ ആദ്യമേ ഉള്ളതാണോ അതോ നമ്മളിപ്പോ കൂട്ടിക്കൊണ്ടുവന്ന പ്രേതമാണോ ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മളെ സഹായിക്കാനും ആരും ഇല്ല. നമ്മളിനി എന്ത് ചെയ്യും? ഒന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ലല്ലോ. എന്റെ ഈശ്വര, ഇതൊക്കെ നമ്മളായിട്ട് തന്നെ വരുത്തി വെച്ചതാണല്ലോ. എനിക്കും അറിയില്ല ചേച്ചി, എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്തായാലും ഉള്ള ഉറക്കം പോയി. ഇനി ഞാൻ ഉറങ്ങുന്നില്ല. എനിക്ക് പേടിയാ. എങ്ങാനും ഉറങ്ങിപ്പോയാലേ ആ പ്രേതം എങ്ങാനും വീണ്ടും വന്ന് നമ്മളെ ഉപദ്രവിക്കും. എനിക്ക് പേടിയാ. ഇനി വരൂ ചേച്ചി, പ്രേതം വീണ്ടും വരൂ നമ്മളെ ഉപദ്രവിക്കാനായിട്ട്. ഞാനും ഉറങ്ങുന്നില്ല. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഈ ബെഡിൽ കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരിക്കാം. അങ്ങനെ നേരം വെളുപ്പിക്കാം. അതാ നല്ലത്. എന്ത് വന്നാലും നമുക്ക് ഒരുമിച്ച് നേരിടാം. ചേച്ചി ഏതെങ്കിലും മന്ത്രമൊക്കെ ചൊല്ലേ. ഇന്ന് രാത്രി എങ്ങനെയെങ്കിലും നമുക്ക് കഴിച്ചു കൂട്ടണം. നാളെ രാവിലെ ആയാലേ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. ഇന്ന് രാത്രി ഒന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടി വല്ല കുരിശോ മന്ത്രോ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തു വെക്ക് നമ്മുടെ ചുറ്റും. എനിക്ക് പേടിയായിട്ട് വയ്യ ചേച്ചി. അല്ല മണിക്കുട്ടിയെ, എങ്ങനെയാ നേരം വെളുപ്പിച്ചതേ എനിക്കറിയത്തില്ല. നമ്മൾ രാത്രി എപ്പോഴോ ഉറങ്ങിപ്പോയായിരുന്നു. ആ സമയത്തൊന്നും പ്രേതം വരാഞ്ഞത് നന്നായി. വീട്ടിൽ നിന്ന് ചായ പോലും കുടിക്കാതെ ഇറങ്ങിയത്. എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂളിൽ എത്തിയാൽ മതിയായിരുന്നു. ആ വീട്ടിൽ എനിക്ക് നിൽക്കാനേ പേടിയാവുന്നു. നമ്മൾ തിരിച്ചു ചെല്ലുമ്പോഴേക്ക് വീട്ടിലുള്ളവരൊക്കെ അവിടെ ഉണ്ടാവും എന്തോ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് ശ്വാസം വന്നത്. ഞാനെന്റെ തിരിച്ച് വീട്ടിലേക്കില്ല ചേച്ചി. എന്തായാലും ആ പ്രേതം എണീക്കുന്നതിന് മുന്നേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നന്നായി. അമ്മയ്ക്ക് വല്ല സംശയം തോന്നി കാണോ നമ്മൾ ഇത്ര നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട്? ആർക്ക് എന്ത് സംശയം തോന്നിയാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാനെന്തായാലും ഇനി വീട്ടിൽ കയറില്ല. ആ പ്രേതം അവിടുന്ന് പോവാതെ ഞാൻ ആ വീട്ടിലേക്ക് വരത്തേ ഇല്ല. വീട്ടിലുള്ളവരുടെ കാര്യം, അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ കാര്യം ഓർത്തിട്ട് എനിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് മണിക്കുട്ടി. നമ്മളായിട്ട് തന്നെ വരുത്തി വെച്ചല്ലേ. ഇനിയിപ്പോ അവരെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് എന്ത് ചെയ്യാനാ? നമുക്ക് വേഗം സ്കൂളിൽ എത്തിയിട്ടേ വല്ല ഫ്രണ്ട്സിനോട് എന്തെങ്കിലും ഹെൽപ്പ് എന്തെങ്കിലും ചോദിക്കാം. എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല ചേച്ചി. എന്നാ വേഗം നടക്ക്, നമുക്ക് പെട്ടെന്ന് തന്നെ സ്കൂളിൽ എത്താം. പെട്ടെന്ന് പോവാം നമുക്ക്. എടി നീ എനിക്കൊരു ഐഡിയ പറഞ്ഞു താടി. പേടിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല. അയ്യൻ്റെ പാറോ, എത്ര പേടിച്ചു തോറിയായി പോയല്ലോ. എൻ്റെ സ്ഥാനത്ത് ഞാനെങ്ങനെ ആയിരുന്നെങ്കിലുണ്ടല്ലോ ആ പ്രേതത്തിനെ ഒടിച്ചു മടക്കി കുപ്പിയിലാക്കിയേനെ ഇപ്പോൾ. ഒന്ന് പോവാടുന്നു. പ്രേതത്തിന്റെ നേര് കണ്ടാൽ തന്നെ നിന്റെ ബോധം പോവും. നീ ഇതൊന്നും നേരിട്ട് അനുഭവിക്കാത്തോണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ധൈര്യമായിട്ട് പറയാൻ തോന്നുന്നത്. ആ സാഹചര്യം വന്നാൽ മാത്രമേ നിനക്ക് മനസ്സിലാവൂ. എടാ എന്താണ് കുറെ നേരമല്ല പാറു വീണയും കൂടി കുനുകുനു കുനുകുനു എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞാനും അതിനെയാണ് ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. എടാ വീണയ്ക്ക് എന്റെ മേലെ ഒരു കണ്ണുണ്ട്. ഇനി എന്നെ കുറിച്ച് വല്ല കമന്റും പറയായിരിക്കോ പാറുവിനോട്? ഒന്ന് പോടാ അവിടുന്ന്. പാറു എന്നെ കുറിച്ച് എന്തോ അവളോട് പറയുന്നുണ്ട്. അതെങ്ങനെ ഇപ്പൊ ഒന്ന് അറിയാം. എന്തായാലും എന്നെ കുറിച്ച് അവര് സംസാരിക്കുന്നത് അത് ഉറപ്പാ. പാറുവിന്റെ മുഖത്ത് ഒരു നാണവും ചമ്മലും ഒക്കെ ഉണ്ട്. അതിന്റെ അർത്ഥം എന്നെ കുറിച്ച് അവള് പറയുന്നത് തന്നെയാ. നാണം വരുന്നുണ്ടല്ലേ? നിന്നെ കുറിച്ച് തന്നെയായിരിക്കും. നിന്നെയൊക്കെ ഓർത്ത് നാണക്കേടാവുന്നുണ്ടാവും. അതായിരിക്കടാ. എടാ വെറുതെ നീ എന്റെ വായിലിരിക്കുന്നൊന്ന് കേൾപ്പിക്കല്ലേ. എടാ നീ ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ. നീ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. തിരിച്ച് വീട്ടിലേക്ക് വരില്ലെന്നാ മണിക്കുട്ടി പറഞ്ഞേ. അവളില്ലാതെ ഞാനും പോകത്തില്ല. ഞങ്ങൾ തിരിച്ചു വന്നാലേ ആ പ്രേതം ഞങ്ങൾ എന്തേലും ഉപദ്രവിക്കും. അത് ഉറപ്പാ. എന്നാലേ നിങ്ങൾ വീട്ടിലേക്ക് പോണ്ട. നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഒളിച്ചോടിയാലോ? ഒളിച്ചോടാനാ? എങ്ങോട്ട്?
ഓ എടി അങ്ങനെയൊന്നുമില്ല, എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കാം. വീട്ടിലാകെ പ്രശ്നമാടി. ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ ആ മണിക്കുട്ടി എനിക്ക് തന്ന ലവ് ലെറ്റർ വീട്ടിൽ പൊക്കിയെന്ന്? അതിൻ്റെ പേരിൽ ഭയങ്കര പ്രശ്നമാണ് വീട്ടിൽ. എന്നും ചീത്തയും വഴക്കും അടിയും തന്നെ. മടുത്തു എനിക്ക്. ഞാൻ എങ്ങോട്ടേലും ഒളിച്ചോടിയാലോ എന്ന് ആലോചിക്കുക. അപ്പോഴാണ് നീ ഇങ്ങനെ ഒരു പ്രേതകഥയും കൊണ്ട് വരുന്നത്. എന്തായാലും ഈ പ്രേതത്തിൻ്റെ കാര്യം വീട്ടിലറിയുമ്പം നിങ്ങളും കുടുങ്ങുമല്ലോ. അപ്പം പിന്നെ കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയല്ലേടി നല്ലത്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് എങ്ങനെയാടി? പെൺകുട്ടികൾ മാത്രമായിട്ട് അങ്ങനെ മാറി നിൽക്കുമ്പോൾ അതൊന്നും ശരിയാവില്ല. എനിക്ക് പേടിയാടി. എടാ, അവളെന്തോ ഒളിച്ചോട്ടത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്റെ കൂടെ ഒളിച്ചോടി വരാനാ തീരുമാനം എന്നാ തോന്നുന്നേടാ. നിന്റെ കൂടെ ഒളിച്ചോടി വന്നിട്ട് അവൾ എന്ത് ചെയ്യാനാടാ? ഒരു ചായ വാങ്ങി കൊടുക്കാനുള്ള ക്യാഷെങ്കിലും നിന്റെ കയ്യിലുണ്ടോ? എന്ത് വെച്ചിട്ടാ ഒളിച്ചോടുന്നേ? അതും ശരിയാ. എങ്ങാനും പെട്ടെന്നെങ്ങാനും അവൾ ഒളിച്ചോടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യടാ? എൻ്റെ കയ്യിലാണെങ്കിൽ പൈസയൊന്നുമില്ല. മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിലേ അച്ഛൻ്റെ പേഴ്സൺ എന്തെങ്കിലും അടിച്ചു മാറ്റായിരുന്നു. ഇന്റർവെല്ലായി. നമുക്ക് പുറത്ത് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. മണിക്കുട്ടീനെയും കൂട്ടാം. എന്നിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. എവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഈ പിള്ളേരൊക്കെ ശ്രദ്ധിക്കും. നമുക്ക് ഈ ഗ്രൗണ്ടിൻ്റെ അവിടെ സൈഡിൽ എവിടെയെങ്കിലും പോയി ഒന്ന് സംസാരിക്കാം വിശദമായിട്ട്. മണിക്കുട്ടീനും കൂട്ടാം. ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ശരിയാവുമെന്ന് അറിയില്ല. അതെന്താ ശരിയാവട്ടെ? എടി പാറു, ഈ വീണ പറയുന്നതേ നമുക്ക് എങ്ങോട്ടേലും ഒളിച്ചോടി പോവാം. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരുമാനമായിട്ടേ ഈ പ്രശ്നമൊക്കെ ഒന്ന് മാറിയിട്ട് തിരിച്ച് വരാന്നാ പറയുന്നത്. ഒളിച്ചോടി പോവാനോ? അതെ മോളെ, അല്ലാതെ വേറെ എന്ത് വഴിയാ ഉള്ളത്? എൻ്റെ വീട്ടിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ ആ മണിക്കുട്ടനുമായിട്ടുള്ള ലവ് ലെറ്റർ പ്രശ്നം? അത് വീട്ടിൽ പൊക്കിയിടി. അതുകൊണ്ട് വീട്ടിൽ കയറാൻ വയ്യാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒളിച്ചോടാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ പോന്നോ? മണിക്കുട്ടി, നമ്മൾ എന്താണ് ചെയ്യാം? എനിക്ക് അത് പേടിയാവുന്നുണ്ട്. തൽക്കാലം മീന ചേച്ചി പറയുന്ന പോലെ തന്നെ ഒരു ഒളിച്ചോട്ടായിരിക്കും എന്തുകൊണ്ടും നല്ലത്. എന്തായാലും ഇന്നോ നാളെയോ അവൻ പ്രേതാന്നുള്ള കാര്യം വീട്ടിൽ എല്ലാവരും അറിയും. അതുകൊണ്ട് അവരെന്നെ നമ്മളെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും. അതിനു മുന്നേ നമ്മളായിട്ട് പോകുന്നതല്ലേ ചേച്ചി നല്ലത്? പിന്നെ അവരായിട്ട് തന്നെ പ്രേതബാധ ഒഴിപ്പിക്കാൻ എന്തെങ്കിലും വഴി കണ്ടോളും. അതെല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് തിരിച്ചു വരാം. അതായിരിക്കും നല്ലത്. പക്ഷെ നമ്മൾ എങ്ങോട്ട് പോവാം? പോവാനൊക്കെ ഒരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇവിടെ കുറച്ച് ദൂരെയായിട്ട് ഒരു വലിയ ബംഗ്ലാവുണ്ട്. അവിടെ നമുക്ക് താമസിക്കാം. അവിടെ എന്തായാലും ആരും അന്വേഷിച്ച് വരത്തൊന്നുമില്ല. ആണോ? എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. അല്ല, പക്ഷെ നമുക്ക് അവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെയോ? അതിനൊക്കെ പൈസ വേണ്ടേ ചേച്ചി? അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാനൊരു 5000 രൂപ എടുത്തിട്ടുണ്ട്. ഒളിച്ചോടാൻ തീരുമാനിച്ചോണ്ടേ അച്ഛൻ അറിയാതെ അടിച്ചു മാറ്റിയതാ. ആണോ? നേരത്തെ പറഞ്ഞിരുന്നെങ്കിലേ ഞങ്ങളും വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നേനെ. അതെ അതെ, അടിച്ചു മാറ്റാൻ ഇവിടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, വേറെ ആരും. അതിന് നിങ്ങൾക്ക് ഇങ്ങനെ പ്രേതപ്രശ്നമുള്ള കാര്യം ഞാൻ ഇപ്പോഴല്ലേ അറിയുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഒളിച്ചോടാന്ന് ആദ്യം തീരുമാനിച്ചേ. പിന്നെ കമ്പനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ സംശയിച്ച് നിൽക്കുമായിരുന്നു. അല്ല, ഈ 5000 രൂപ കൊണ്ട് നമുക്ക് കുറച്ച് ദിവസം അവിടെ ജീവിക്കാൻ കഴിയോ? അത് ബുദ്ധിമുട്ടായിരിക്കും. നമുക്കേ തൽക്കാലം നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഗോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിലേ അതിവിടെ സ്വർണ്ണക്കടയിൽ വിൽക്കാം. എന്നിട്ട് ആ പൈസയും കൂടെ കൊണ്ടുപോവാം. അവിടെ എത്തിക്കഴിഞ്ഞാലേ അത് കുറച്ച് ഉൾപ്രദേശമാണ്. പിന്നെ അവിടെ നിന്ന് നമുക്ക് വിൽക്കാനൊന്നും കഴിയില്ല. അവിടെ ജ്വല്ലറി ഒന്നുമില്ല. അതുകൊണ്ട് പൈസയൊക്കെ ആക്കിയിട്ട് വേണം ഇവിടുന്ന് പോവാൻ. അവിടെ സെർവന്റ് ഒക്കെ ഉണ്ടാവോ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരാൻ? നമ്മളവിടെ പിക്നിക്കിന് പോവുകയല്ല, ഒളിച്ച് താമസിക്കാൻ പോവാ. നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ വേണമെങ്കിലേ നമ്മൾ തന്നെ ഉണ്ടാക്കണം. എൻ്റെ ഒരു മാലയുണ്ട്, തൽക്കാലം നമുക്ക് അത് വിൽക്കാം അല്ലേ? എൻ്റെ 2 മോതിരം ഉണ്ട്, അതും വിൽക്കാം. എൻ്റെ ഒരു ബ്രസ്ലെറ്റും കൂടി ഉണ്ട്. അതെല്ലാം നമുക്ക് വിൽക്കാം. എന്നാൽ മാത്രമേ കാര്യം നടക്കൂ. എത്ര ദിവസം അവിടെ തങ്ങേണ്ടി വരുന്നേ? ഒരൈഡിയ ഇല്ലാത്തതല്ലേ. കുറച്ച് പൈസ എന്തായാലും കയ്യിൽ കരുതിയേ പറ്റൂ. എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെടുന്നതല്ലേ നല്ലത്? ക്ലാസ് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്താലേ ഒരുപാട് ഇരുട്ടായി പോകത്തില്ലേ? നമുക്ക് പേടിയാവില്ലേ അപ്പൊ അവിടെ എത്താനേ? അത് ശരിയാ. പക്ഷേ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഈ യൂണിഫോം ഒഴിവാക്കണം. ഈ യൂണിഫോം ഇട്ടാലേ എല്ലാവരും നമ്മളെ തിരിച്ചറിയും. മാത്രമല്ല നമുക്ക് ഗോൾഡ് വിൽക്കാനൊന്നും കഴിയത്തുമില്ല. അതിന് ചേഞ്ച് ചെയ്ത ഡ്രസ്സ് വേണ്ടേ? ഞങ്ങൾ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതെ, ഞങ്ങളടുത്ത് വേറെ ഡ്രസ്സൊന്നും ഇല്ലടി. അത് കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഒളിച്ചാടാൻ തീരുമാനിച്ച് വന്നോണ്ടേ 3-4 ഡ്രസ്സ് എൻ്റെ അടുത്ത് കരുതിയിട്ടുണ്ട്. അതിലേ ഓരോന്ന് നോക്കി നിങ്ങളും കിട്ടാൽ മതി. പിന്നെ നമുക്ക് പോകുമ്പോൾ വേണമെങ്കിൽ എക്സ്ട്രാ വാങ്ങിക്കാം ഷോപ്പിൽ നിന്ന്. അതെന്തായാലും നന്നായി. എന്നാലേ നമുക്ക് ഇപ്പൊ തന്നെ വാഷ്റൂമിൽ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ടേ ആ പിറകുവശത്തെ ഗേറ്റില്ലേ അത് ചാടിക്കടന്നേ എങ്ങനെയെങ്കിലും പോവാം. പെട്ടെന്ന് പോയെന്നാലേ.